ഒപ്പം മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് നിർണായക ദിനമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഇന്ന് വിധി പറയും. അറസ്റ്റ് നിയമവിരുദ്ധം എന്നാണ് കെജ്രിവാൾ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. എന്നാൽ അഴിമതിയുടെ സൂത്രധാരൻ കെജ്രിവാൾ ആണെന്നാണ് ഇഡിയുടെ വാദം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആർ രാകേഷ് ആണ് ചേരുന്നത്. രാകേഷ്, ഈ കെജ്രിവാളിന് പുറത്തിറങ്ങാൻ സാധിക്കുമോ എന്നതിൽ ആണല്ലോ ഇന്നത്തെ വിധി നിർണായകമാകുന്നത്. എന്താണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്? അഭിലാഷ്, ഇന്ന് 2:30-ക്കാണ് ഡൽഹി ഹൈക്കോടതി ഏതായാലും അരവിന്ദ് കെജ്രിവാളിന്റെ അപേക്ഷയിൽ വിധി പറയുന്നത്. അതായത് ഇഡി നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് കെജ്രിവാളാണ് ഹർജി നൽകിയത്. കഴിഞ്ഞ ബുധനാഴ്ച ഇതിൽ വിശദമായ വാദം ഹൈക്കോടതിയിൽ നടന്നിരുന്നു. പ്രധാനമായും മനു അഭിഷേക് സിംഗ്വിയാണ് കേജ്രിവാളിന് വേണ്ടി ഹാജരായത്. ഇതിൽ സിംഗ്വി ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, തെരഞ്ഞെടുപ്പ് കാലമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടൊരു രാഷ്ട്രീയ നടപടിയാണ് ഇപ്പോൾ ഇഡി ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. മറിച്ച് തെളിവുകളൊന്നും ഇല്ലാത്തൊരു അറസ്റ്റാണ് കെജ്രിവാളിന്റെ മേൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന വാദമാണ് പ്രധാനമായും അഭിഷേക് സിംഗ്വി ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെജ്രിവാളിനെ വിട്ടയക്കാൻ കോടതിയുടെ ഇടപെടൽ വേണം എന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇഡി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അത്തരത്തിൽ ഒരു പരിരക്ഷയും അരവിന്ദ് കെജ്രിവാളിനില്ല. മാത്രവുമല്ല, വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ഈ മദ്യനയ കേസിന്റെ സൂത്രധാരൻ എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളാണ്. കാരണം ഈ ഫണ്ടുകളൊക്കെ ലഭിച്ചിരിക്കുന്ന ആം ആദ്മി പാർട്ടിക്കാണ്. ആം ആദ്മി പാർട്ടിയുടെ കൺവീനറാണ് ഡൽഹി മുഖ്യമന്ത്രി കൂടിയായ അരവിന്ദ് കെജ്രിവാൾ. അപ്പോൾ ഗോവയിലെ അടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഈ ഫണ്ടുകൾ ഉപയോഗിച്ചു എന്ന വാദം കൂടി ഇഡി ഉന്നയിക്കുന്നു. തുടർന്ന് ഈ രണ്ട് കൂട്ടരുടെയും വാദം കേട്ട ശേഷം കോടതി പിന്നീട് വിധി പറയാനായി മാറ്റിവെക്കുകയും തുടർന്ന് ഇന്ന് വിധി പറയും എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്ന ദിനം എന്ന് തന്നെ പറയാം. കാരണം ഇന്ന് ഒരു അനുകൂല തീരുമാനം ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപക്ഷെ കേജ്രിവാൾ പുറത്തിറങ്ങുമോ എന്ന കാര്യത്തിൽ തന്നെ വ്യക്തതയില്ലാത്തൊരവസ്ഥ വരും. കാരണം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് 19-ാം തീയതി നടക്കുകയാണ്. അപ്പോൾ 10 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. വോട്ടെടുപ്പിലേക്ക് രാജ്യം കടക്കുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്ത് ഇന്നൊരു അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും കെജ്രിവാളിന് ഈ പ്രചാരണ ഘട്ടത്തിൽ പുറത്തിറങ്ങാൻ കഴിയുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്ത വരും. മാത്രവുമല്ല, റോസ് അവന്യൂ കോടതി, അവിടെ വിചാരണ കോടതിയിൽ നിന്നൊരു അനുകൂല നിലപാടല്ല ഈ കേസിൽ പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കെ കവിതയുടെ ജാമ്യ ഹർജിയും കോടതി തള്ളിയിരുന്നു. സ്വാഭാവികമായും കെജ്രിവാൾ ഇനി കീഴ്ക്കോടതിയിലും അത്തരമൊരു അനുഭവമായിരിക്കും കെജ്രിവാളിനും സ്വാഭാവികമായി ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ഇന്നത്തെ ഹൈക്കോടതി വിധി എന്തുകൊണ്ടും കേജ്രിവാളിനെ സംബന്ധിച്ച് നിർണായകമാണ്. അതാണ് ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിനപ്പുറത്ത് തെരഞ്ഞെടുപ്പ് സമയം കൂടിയാണ്. ഇന്ന് തിരിച്ചടി ഉണ്ടായാൽ പിന്നീട് സുപ്രീം കോടതിയൊക്കെ സമീപിച്ച് അനുകൂലമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നത് ശ്രമകരമാണ്. സഞ്ജയ് സിംഗിനടക്കം എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് ജാമ്യം ലഭിച്ചത് എന്നതുകൂടി നമുക്കറിയാം. ഇതേ വിഷയത്തിൽ തന്നെയാണ് BRS നേതാവ് കെ കവിതയെ ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്നത്. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ PMLA കോടതിയിൽ ആണ് ഹാജരാക്കുക. ഡൽഹി റോസ് അവന്യൂ കോടതി കവിതയുടെ ജാമ്യം കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. മദ്യ ലൈസൻസ് ലഭിക്കുന്നതിനായി ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് കവിത 100 കോടി രൂപ നൽകി എന്നാണ് ആരോപണം. കഴിഞ്ഞ മാർച്ച് 26-നാണ് കവിതയെ റിമാൻഡ് ചെയ്തത്.